പ്രിയപ്പെട്ട നമസ്കാരം, സനോജാണ്. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ പുതുപ്പരിയാരം പഞ്ചായത്തിലാണ് കേട്ടോ. ഈ പുതുപ്പരിയാരം പഞ്ചായത്തിൽ നമുക്ക് ഒരു 2 ഏക്കർ സ്ഥലം കൊടുക്കുള്ളൂ. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 2 ഏക്കറാണ്. നല്ല ഫ്രണ്ടേജ് കിട്ടുന്നതാണ്. ഒരു 400 മീറ്റർ ഫ്രണ്ടേജ് നമുക്ക് നമ്മുടെ ഈ പ്ലോട്ടിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാനെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വളരെ കുറഞ്ഞ വിലയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അവസാനമാണ് ഇതിൻ്റെ വില പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം പഞ്ചായത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് 2 ഏക്കർ സ്ഥലമാണ്. ടാർ റോഡിൽ നിന്ന് ചെറുതായിട്ടൊരു താഴ്ചയിലാണ് നമ്മുടെ ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ആ കാണുന്ന സ്ഥലം മുഴുവൻ 2 ഏക്കറല്ല, ഏകദേശം ഒരു ആ തെങ്ങൊക്കെ കാണുന്നില്ലേ, ആ തെങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേ ഉള്ളൂ കേട്ടോ. ടാർ റോഡ് മുതൽ തെങ്ങ് വരെ കിടക്കുന്ന അത്രയും വീതിയിൽ നീളത്തിലാണ് നമ്മുടെ പ്ലോട്ട് കിടക്കുന്നത്. ഏകദേശം ഒരു 400 മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്, 400 മീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ നമുക്ക് ഇടത് ഭാഗത്ത് കാണുന്ന അത് സർക്കാരിൻ്റെ സ്ഥലമാണ്, വലതു ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ സ്ഥലം. ടാർ റോഡിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്നത് ഫോറസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരമുള്ളൂ കേട്ടോ. ആ കാണുന്ന മരങ്ങളുടെയൊക്കെ ഇപ്പുറമാണ് നമ്മുടെ സ്ഥലം, അപ്പുറത്ത് വേറെ ഒരു പാർട്ടിയുടെ സ്ഥലമാണ്. അപ്പോൾ ടാറിട്ട റോഡ് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും വരുന്ന റോഡാണ്. അപ്പോൾ 2 സൈഡിലൂടെ നമ്മുടെ റോഡ് വരുന്നുണ്ട് ഈ പ്ലോട്ടിലേക്ക്. 2 സൈഡിൽ കൂടെ പോയാലും നാഷണൽ ഹൈവേയിലേക്ക് എത്തുന്ന റോഡുകൾ തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഇടത് ഭാഗത്ത് കാണുന്നത് സർക്കാരിൻ്റെ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഫോറസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇവിടുന്നാണ് കല്ലടിക്കോടൻ മല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഭാഗത്തു നിന്നാണ്. ഇടയ്ക്ക് ആന ഇറങ്ങുന്ന ഒരു ഏരിയ തന്നെയാണ്. ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൊക്കെ ആനകൾ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല, പക്ഷെ മുൻപൊക്കെ ആനകൾ ഇറങ്ങിയിരുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ കാണുന്ന സ്ഥലം. എന്നിരുന്നാലും വന്യമൃഗങ്ങളുടെ ഒരു സാന്നിധ്യമുള്ള സ്ഥലം തന്നെയാണ്. കാരണം ഒരു റോഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു അതിരി എന്ന് പറയുള്ളത്. മാത്രമല്ല ഇവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയാലും 100 മീറ്റർ അങ്ങോട്ട് പോയാലും ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയയാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇവിടെ വീടുകളില്ലാത്തത്. മാത്രമല്ല പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ സ്ഥലത്തിൻ്റെ രേഖകളെല്ലാം ക്ലിയർ ആയിട്ടുള്ള രേഖകളാണ്. അതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ പേടിയും വേണ്ട. വന്യമൃഗങ്ങളെക്കുറിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഈ സ്ഥലം വന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെ ആന വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മൃഗങ്ങളുടെ ഒരു കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറവുള്ളത് ഈ കാടിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സ്ഥലത്തിന് ഇത്ര വില കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. മാത്രമല്ല നമ്മുടെ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ടൊക്കെ സ്ഥലത്തിൻ്റെ വില വേറെ വിലയാണ്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലത്തിന് ഇപ്പോൾ വില പറയുന്നത് നമ്മൾ കുറഞ്ഞ വിലയാണ് പറയുന്നത്. വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നല്ല രീതിയിൽ തന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മാല ഫെൻസിങ് എന്നാണ് പറയുക. നമുക്ക് കാണില്ല പെട്ടെന്ന്, അങ്ങനെ 100 പോലെ അങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൂടെയാണ് ഇലക്ട്രിക് പാസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആനകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കറണ്ടിൽ തട്ടിയിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 6-7 മണിയാകുമ്പോഴേക്കും അത് ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത അതിര് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് അതിരിൽ നിന്നാണ് നടന്നിങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം മുഴുവൻ നമ്മുടെയാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ അത്യാവശ്യം തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാടൊക്കെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ അറ്റത്തെ അതിരി എന്ന് പറയുന്നത് ആ കാണുന്ന ഒരു ജണ്ട കണ്ടോ, സർക്കാരിൻ്റെ തന്നെ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ജണ്ടയുണ്ട്, 2 ജണ്ടകൾ അവിടെ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ അതിരി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറമ്പിനോട് ചേർന്ന് തന്നെ ഒരുപാട് സ്ഥലത്ത് കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആളുകൾ. അപ്പോൾ എന്തായാലും നല്ല ഒരു സായാഹ്ന സമയത്താണ് ഞാൻ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൂര്യൻ്റെ ചുവന്ന പ്രകാശമൊക്കെ നമുക്ക് നന്നായി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സൂര്യാസ്തമയം നടക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും നല്ല പ്രകൃതി സുന്ദരമായിട്ടൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സ്ഥലം വാങ്ങാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ സ്ഥലമൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം പഞ്ചായത്ത് കിടക്കുന്ന ഈ 2 ഏക്കർ സ്ഥലം, അതും ഫ്രണ്ടേജ് 400 മീറ്ററോളം ഫ്രണ്ടേജുള്ള ഈ ടാർ റോഡിന് അരികിലുള്ള 2 ഏക്കർ സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏക്കറിന് 25 ലക്ഷമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത്. മാത്രമല്ല ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടൽ വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.